ഇസ്രയേലിൻ്റെ കലി തീരുന്നില്ല. ഗാസ ഒരു പരുവാക്കി. ഇനിയിപ്പോൾ വെസ്റ്റ് ബാങ്കാണ്. വെസ്റ്റ് ബാങ്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഇസ്രയേലിനോട് വലിയ പ്രശ്നമൊന്നുമില്ല, സമരസപ്പെട്ട് പോവുകയാണ്. ഫത്തയാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ ഗാസ ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് അങ്ങ് ഇസ്രയേലിൻ്റെ ഭാഗമായിക്കോട്ടെ എന്നൊരു തോന്നൽ നെതന്യാഹുവിനുണ്ടോ? നെസറ്റിൽ ഇന്നലെ ബില്ല് അവതരിപ്പിച്ചു. അതായത് വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിലേക്ക് കൂട്ടിച്ചേർക്കുന്ന അനക്സ് ചെയ്യുന്ന ബില്ല് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സംശയം നേരത്തെ തന്നെ UAEക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ മാസം UAE പറഞ്ഞിരുന്നു ഈ വെസ്റ്റ് ബാങ്ക് എങ്ങാനും അനക്സ് ചെയ്താൽ, ഇസ്രയേലിലേക്ക് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് അബ്രഹാം ഉടമ്പടികൾക്ക് വിരുദ്ധമാണ്, പിന്നെ ഞങ്ങൾ ബന്ധമൊക്കെ വിച്ഛേദിക്കും എന്ന് UAEയുടെ ഭീഷണി ഉണ്ടായി. അബ്രഹാം അക്കോർഡ് ഒപ്പുവെച്ചിട്ടില്ലല്ലോ. അതെ, അവർ 2015 തുടങ്ങിയ പരിപാടിയല്ലേ. അപ്പോൾ ഇവര് ഇപ്പോൾ നെതന്യാഹുവിനും ഈ വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യണമെന്ന് 2020 മുതൽ ഉണ്ടായിരുന്നില്ല. കാരണം UAEയുമായിട്ടും ബഹ്റൈനുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ നമുക്ക് പോകാം, ഇതൊരു വിഘാതമാകണ്ട എന്ന് അയാൾ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പലസ്തീനെ അംഗീകരിക്കുന്നു. അതാണ് ഇപ്പോൾ സഡൻ പ്രൊവോക്കേഷൻ. അങ്ങനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പദ്ധതി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. ജോർദാനുമായിട്ട് 6 ദിവസത്തെ യുദ്ധത്തിൽ 1967 പിടിച്ച സ്ഥലങ്ങളാണിത്. പക്ഷെ അത് അനക്സ് ചെയ്ത് കയ്യിൽ വെച്ചിരുന്നില്ല. കയ്യിൽ ഉണ്ടാകേണ്ട സ്ഥലങ്ങളായിരുന്നു. അന്നത്തെ കരാറുകളും ഓസ്ലോ കരാറും ഒക്കെ വെച്ചിട്ട് അവിടെ ABC വിഭജിച്ചിട്ട് പല ആളുകൾ ഭരിക്കുന്ന സംവിധാനവും മുഴുവൻ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു പ്രദേശമേ അതിൻ്റെ അകത്ത് വന്നുള്ളൂ. ബാക്കിയുള്ളത് വേറെ ഭരണത്തിലൊക്കെ ആയിപ്പോയി. പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഇപ്പൊ സ്വന്തമാക്കുക. സത്യത്തിൽ അധിനിവേശമൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടെന്ന് UN ആരോപിച്ചിട്ടുള്ളതാണ്. ഇസ്രയേൽ കൈവശമൊക്കെ വെച്ചിട്ടുണ്ട്. ഇസ്രയേൽ അത് ഒഫീഷ്യലായിട്ട് പറയാറില്ല. പക്ഷേ നെസറ്റിൽ ഇന്നലെ ബില്ല് അവതരിപ്പിച്ചു. അത് പാസ്സായി. 25-24 എന്ന് പറഞ്ഞ വോട്ടിനാണ് പാസ്സായിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ മുഴുവൻ വോട്ട് അതിൻ്റെ അകത്ത് വന്നില്ല. 120 അംഗങ്ങളുണ്ട് നെസറ്റിൽ. പാസ്സായിരിക്കുന്നത് 25-24. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടെടുപ്പിൽ നെതന്യാഹുവിൻ്റെ പാർട്ടി ലിക്വിഡ് പങ്കെടുത്തില്ല. സൂത്രപ്പണിയല്ലേ. വേറെ ആളുകൾ അവതരിപ്പിക്കുന്നു തീവ്രപക്ഷമാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് നിൽക്കാമല്ലോ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ വെസ്റ്റ് ബാങ്കിന്റെ അടുത്തുള്ള മാലെ അഡൂമിം എന്ന് പറഞ്ഞൊരു നഗരം, അത് ജെറുസലേമിൽ നിന്ന് 7 കിലോമീറ്റർ കിഴക്കാണ്. അത് അനക്സ് ചെയ്യുന്നത്. അവിടെ ഒരു നഗര കൗൺസിലും ഒക്കെ ഉണ്ട്, സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു നഗരം. പക്ഷെ അത് ബിബ്ലിക്കലാണ്. ആ നഗരം അനക്സ് ചെയ്യുന്ന ഒരു പ്രമേയവും പാസ്സായി. അത് അവതരിപ്പിച്ചത് പ്രതിപക്ഷ അവിടുത്തെ. അത് 31-9 എന്ന് പറഞ്ഞ വോട്ടിന് അതിൽ നിന്നും മാറി നിന്നു. അപ്പോൾ ഭരണപക്ഷത്തെ കക്ഷികളും പ്രതിപക്ഷവും എല്ലാം കൂടി കൂടുതൽ ഇസ്രയേലിലേക്ക്, ഈ ബൈബിളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ശരിക്കും വെസ്റ്റ് ബാങ്കിലൊക്കെ വരുന്നത്, ഇതൊക്കെ കൂട്ടിച്ചേർക്കുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചു. ഇനി ഇതിന് കുറച്ചുകൂടി പ്രോസസ്സ് ഉണ്ട്. ഇത് ചില കമ്മിറ്റികളൊക്കെ ഉണ്ട്. ഇതൊരു 3 പ്രക്രിയയിൽ കൂടിയൊക്കെ കടന്നുപോയിട്ടാണ് ഇത് നിയമമൊക്കെ ആയി മാറുന്നത്. പാസ്സായി കഴിഞ്ഞു എന്നുള്ളത് വലിയ ഉത്കണ്ഠ ഇപ്പൊ ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉത്കണ്ഠ എന്തിനാ? ഹമാസ് പറഞ്ഞു കൊളോണിയലിസത്തിന്റെ വികൃത രൂപം. ഉത്കണ്ഠ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾ ഇതിനോട് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തും. അതെ, സത്യത്തിൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് അങ്ങനെ സ്വതന്ത്രമായി ഓട്ടോണമസ് ആയിട്ട് നിൽക്കുന്നത് ഇസ്രായേലിന്റെ ദയ കൊണ്ടല്ലേ. ഇസ്രായേൽ യുദ്ധം ചെയ്ത് പിടിച്ചതാണ്. 1967 യുദ്ധം ചെയ്ത് പിടിച്ചതാണ്. അങ്ങനെ UN ഒക്കെ ഇടപെട്ട് ഇത് ജെറുസലേം, സീനായി, ഗോലാൻ കുന്നുകൾ ഒക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. അതുപോലെ പിടിച്ചെടുത്തതാണ് വെസ്റ്റ് ബാങ്കും. ഇത് പിടിച്ചെടുത്തത് 6 ദിവസ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് പിടിച്ച സ്ഥലങ്ങള് കിഴക്കൻ ജെറുസലേം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഈ പലതരത്തിലാണ് ABC. ഉദാഹരണത്തിന് ഓസ്ലോ ഉടമ്പടി പ്രകാരം പാലസ്തീൻ അതോറിറ്റി ആണ് A എന്ന് പറയുന്ന വിഭാഗത്ത് പലസ്തീൻ നഗരങ്ങൾ, പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിൽ. B ഇസ്രയേൽ പിടിച്ചെടുത്ത സ്ഥലം. B ഇസ്രയേൽ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ സൈനിക കാര്യങ്ങളൊക്കെ ഇസ്രയേല്.
മറ്റു കാര്യങ്ങളൊക്കെ പലസ്തീൻകാർ തന്നെ. ഭരണം പലസ്തീൻ അതോറിറ്റി, സി എന്ന് പറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇസ്രായേലിന്റെ ഭരണം നിൽക്കുന്നത്. എയിലും ബിയിലും ഉള്ള ഭാഗം കൂടി ഇസ്രായേലിന്റെ കയ്യിൽ വെക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട്. 1/3 ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ കയ്യിലാണ് 1/3. അപ്പോൾ ബാക്കിയും കൂടി അവർ കൂട്ടിച്ചേർക്കാനുള്ള ബില്ലുകളിലേക്കാണ് പോകുന്നത്. ഇനി ഇത് പ്ലീനം നടക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത വോട്ടെടുപ്പുകളും ഒക്കെ നടക്കും എന്ന് പറയുന്നുണ്ട്. നിയമം ഇവിടുത്തെ വെസ്റ്റ് ബാങ്കിലെ നിയമം, കോടതി, ഭരണം, പരമാധികാരം ഒക്കെ ഇസ്രായേലിൻ്റെ കയ്യിലാണെന്നാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹൂദിയ, പിന്നെ സമേറിയ ഈ ഭാഗങ്ങളൊക്കെയാണ് ഈ വെസ്റ്റ് ബാങ്കിൽ ഉള്ള പ്രദേശങ്ങൾ. ബൈബിളിൽ പറയുന്ന പ്രധാനപ്പെട്ട, എന്നിട്ട് ബില്ല് അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, ചരിത്രപരമായ തെറ്റ് തിരുത്തുകയാണ്. സർക്കാർ കുറെ കാലം ഈ കാര്യത്തിൽ അമാന്തിച്ചിരുന്നു. നമ്മൾ, അതായത് MP-മാർ, നെസറ്റിലുള്ളവർ, പാർലമെന്റ് അത് തിരുത്തുകയാണ് എന്ന് ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്. ബില്ല് അവതരിപ്പിച്ചത് ലിക്വിഡ് പാർട്ടി അല്ലല്ലോ, അപ്പൊ അവർക്ക് പറയാം അതെ ഞങ്ങൾക്ക് പങ്കില്ല. ലിക്വിഡ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഈ കാര്യത്തിൽ അമാന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പാസ്സാക്കുകയാണ്. ലിക്വിഡ് അതിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു, സംഗതി പാസ്സായിപ്പോയി. ഇനി അനക്സേഷൻ പ്രോസസ്സിലേക്ക് അങ്ങനെ പോകും. അപ്പൊ UAE സെപ്റ്റംബറിൽ പറഞ്ഞിരുന്നു അനക്സേഷൻ അബ്രഹാം ഉടമ്പടിക്ക് വിരുദ്ധമാണ്. പക്ഷെ ധനമന്ത്രി സ്മോട്രിച്ച് തുടങ്ങിയ ആളുകളൊക്കെ, തീവ്ര വലതുപക്ഷമൊക്കെ ഇത് സ്വാഗതം ചെയ്തു. ഈ മറ്റേ ഇസ്രായേൽ ഭരണമായിരിക്കും ഇനി ഇവിടെ ഈ താമസിയാതെ വരുന്നത്. ജനീവ കൺവെൻഷനിലെ 49ാമത്തെ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അധിനിവേശം നടത്തുന്ന സ്ഥലങ്ങളിൽ അധിനിവേശ രാജ്യം അവരുടെ ആളുകളെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമാണ് ഇതെന്ന് ശത്രു രാജ്യങ്ങൾ പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ ശത്രു രാജ്യങ്ങൾ അതൊക്കെ അത്ര എന്തോന്ന് ജനീവ കൺവെൻഷൻ UN മൈൻഡ് ചെയ്തിട്ടില്ല. ഗാസയില് മറ്റേ ആള് അന്റോണിയോ ഗുട്ടറസ് അവിടെ കയറിയ കാലുവിട്ടു പറഞ്ഞിട്ടുണ്ട്, UN ഒരു മേൽനോട്ടം പറ്റില്ല, ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുന്നു എന്നിട്ടാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അപ്പോൾ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ, അയാളുടെ ജൂയിഷ് പവർ പാർട്ടിയും അനുകൂലിച്ചു. ഇതിന് വോട്ട് ചെയ്ത കൂട്ടത്തിൽ അവരൊക്കെ ഉണ്ട്, സ്മോട്രിച്ച്, ബെൻ ഗവീർ. ധനമന്ത്രി സ്മോട്രിച്ചിന്റെ റിലീജിയസ് സയണിസം പാർട്ടിയും അനുകൂലിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ നടക്കുന്നത്. വെസ്റ്റ് ബാങ്ക് മുഴുവനായിട്ട് പിടിക്കുന്നു. യൂറോപ്പും അമേരിക്കയും എന്ത് ചെയ്യുന്നു? ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ഇയാൾ വന്നിരുന്നില്ലേ, JD വാൻസ്. അപ്പോൾ JD വാൻസിനോട് നെതന്യാഹു പച്ചയ്ക്ക് പറഞ്ഞായിട്ടാണ് റിപ്പോർട്ട്, നിങ്ങളുടെ സംരക്ഷിത രാജ്യമൊന്നുമല്ല ഇസ്രയേല്, നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ആശ്രിത രാജ്യമല്ല, ആശ്രിത രാജ്യമൊന്നുമല്ല. അപ്പൊ അയാളും പറഞ്ഞു, ഒരു സഖ്യരാജ്യമായിട്ടെങ്കിലും ഇരുന്നാൽ മതി, അങ്ങനെയെങ്കിലും ഒന്നും പരിഗണിക്കണം എന്ന് പറഞ്ഞായിട്ടാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അല്ല, ഏത് യുദ്ധം കഴിഞ്ഞാലും യുദ്ധത്തിന്റെ അവസാനം ഇസ്രായേലിന് കുറെ ഭൂമി കിട്ടുന്നത് പതിവാണ്. ഇസ്രായേൽ വലുതാവും യുദ്ധം കഴിയുമ്പോൾ. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞിട്ടും ഇസ്രായേൽ വലുതായില്ല എന്ന് പറഞ്ഞാൽ അത് നെതന്യാഹുവിനൊരു ക്ഷീണമാണ്. എന്നാൽ പിന്നെ വെസ്റ്റ് ബാങ്ക് ഇരിക്കട്ടെ എന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അന്ന് ജോർദാൻ നദി മുതൽ അല്ലേ മെഡിറ്ററേനിയൻ കടൽ വരെ, മെഡിറ്ററേനിയൻ അപ്പുറത്ത് ഗാസയുടെ അപ്പുറത്ത് കിടക്കില്ല, ഇത് മുഴുവൻ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് കിടക്കേണ്ടതാണ്. അതെ. അപ്പോൾ ഇസ്രായേല്, വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതെ, നെതന്യാഹു വിജയിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.